ഹായ്, ഞാൻ നല്ല മദ്യത്തിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് നല്ല മദ്യം വരുമ്പോൾ എനിക്ക് തരും. സൂക്ഷിക്കുക എന്നുള്ള ഒരു ഹോബി ഉള്ളത് കൊണ്ടിട്ടാണ് ഞാനിതിൻ്റെ പുറകെ നടക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് നല്ല മദ്യം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിന്ന് മഹാറാണി മാൻസർ പരിചയപ്പെടാം. രാജസ്ഥാൻ രാജകുടുംബമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് അവർ 1800-കളിലാണ് ഇത് ആദ്യമായിട്ട് നിർമ്മിച്ചത്. 150-ൽ പരം ഇൻഗ്രീഡിയൻസ് ആണ്, ഹെർബ്സ്, സ്പൈസ് എല്ലാം വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കുറേ ഫ്ലേവർ ഉണ്ട്. കാർഡമൻ ഉണ്ട്, റോസ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. എന്തായാലും നമുക്ക് കാർഡമൻ ഒന്ന് കണ്ടു നോക്കാം. നല്ല കിടിലൻ ബോക്സാണിത്. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങൾ ഇതിലുണ്ട്. ഇത് നമുക്ക് നോക്കാം എന്തായാലും. അപ്പം ഞാൻ ഈ കുപ്പി ഒന്ന് എടുത്തിട്ട് കാണിക്കാം. ഇത് കാർഡമനാണ്, ഗ്രീൻ കളറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോഡ ഒഴിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ മിൽക്ക് കളറായിട്ട് മാറുമെന്നാണ് പറയണത്. ഏതാണ്ട് ഒരു 3 പെഗ് കഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം ബൂസാകും എന്നുള്ളതാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ആഷ്ലിയാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ സോമരസം എന്ന് പറയുന്ന മദ്യം കൂടെ ഉണ്ട്. ഇത്തരം സംഭവങ്ങൾ രാജകുടുംബത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ചില്ല് കുപ്പിയിലാണ് ഉണ്ടാക്കുന്നത്. വളരെ നല്ല മദ്യമാണെന്നുള്ളതാണ് കഴിച്ചേക്കണവർ പറയണത്. ഓറഞ്ച് ഫ്ലേവറാണ്. ഇന്ദ്രി എന്ന് പറഞ്ഞിട്ടൊരു മദ്യം കാണിക്കാം. ഇന്ത്യൻ മെയ്ഡ് മദ്യമാണ്, സിംഗിൾ മാൾട്ടാണ്. വിസ്കി ഓഫ് ദി വേൾഡ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ 2 ഗ്ലാസ് ഉണ്ട്. ഇത് 46% ആണ് ഇതിൽ ആൽക്കഹോൾ കണ്ടന്റ്. ശരിക്കും 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്ലാറ്റ് ആവും എന്നാണ് പറയണത്. ഞാൻ കഴിച്ചിട്ടില്ല. ഞാനിതൊക്കെ കാണിക്കുമെങ്കിലും ഞാൻ വളരെ മദ്യം കുറച്ച് കഴിക്കുന്ന ആളാണ്. എനിക്ക് ഇതിനോടുള്ള ഒരു താല്പര്യം കൊണ്ടിട്ടാണ് ഈ കളക്ഷൻസ് ഒക്കെ വരുന്നത്. വിസ്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ അധികം വെള്ളം ചേർക്കാണ്ട് കഴിക്കുക എന്നുള്ളതാണ് ഈ നല്ല കുടിയന്മാർ പറയണത്. അപ്പം ഇത് നമ്മളൊരു 2 ഐസൊക്കെ ഇട്ടിട്ട് വളരെ പയ്യൊന്ന് സിപ്പ് ചെയ്ത് അത് വായിലിട്ട് ഒന്ന് നോക്കി അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് നല്ലൊരു ഫീല് വരുന്നത്. അല്ലാതെ പെട്ടെന്ന് എടുത്തിട്ട് അടിക്കുക എന്ന് പറയണതല്ല. ശരിക്കും മദ്യം കഴിക്കണതിന് ചൊല്ലുണ്ട്, പകലരുത്, പഴവരുത്, പലരരുത്. അപ്പം മദ്യം കഴിക്കണമെങ്കിൽ നമ്മൾ ശരിക്കും ഒരുങ്ങിയിട്ട് കഴിക്കണമെന്നാണ് പറയണത്. പകല് പോയിട്ട് ബാറിലൊക്കെ നിന്ന് അടിക്കണതിന് പകരം നമ്മൾ വീട്ടിൽ വന്നിരുന്ന് ഫ്രഷായി ഒന്ന് കുടിച്ച് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുക. അങ്ങനെയാണ് ശരിക്കും മദ്യം കഴിക്കേണ്ടത്. വിദേശത്തൊക്കെ എല്ലാവരും ആ രീതിയിലൊക്കെയാണ് കഴിക്കണം. അപ്പം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് ഒരു 2 എണ്ണം കഴിക്കുമ്പോൾ ആ ഒരു രീതിയിൽ കഴിക്കുമ്പോൾ കേടായിട്ടൊന്നുമില്ല. നമ്മളല്ലാതെ തന്നെ ഇത് വലിച്ചുവാരി കഴിച്ചിട്ട് ശീലം ഉണ്ടാക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മദ്യം കഴിക്കാനായിട്ട് എനിക്ക് താല്പര്യം. ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്യണത്. ഇത് കണ്ടിട്ട് ആരും മദ്യം പ്രോത്സാഹിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യരുത്. ഇത് വളരെ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കുക. അപ്പം ഇങ്ങനത്തെ മദ്യമൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മുടെ ചാനലിൽ കൂടി കാണിക്കണമെന്നേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ അടുത്ത സംഭവം കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇത് ട്രിപ്പിൾ കാസ്ക് എന്ന് പറഞ്ഞ വിസ്കിയാണ്. അപ്പം ഇങ്ങനെ കുറച്ച് കളക്ഷൻസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എന്തായാലും ഇത് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പറ്റിയതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നു. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.